ഇന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നൂഡിൽസൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്, അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ഒരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഓയിലിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കന് ചെറിയ പീസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ ഇത് വേവാനായിട്ട്. എല്ലില്ലാത്ത ചിക്കനല്ലേ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെ തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഒരു 6-7 മിനിറ്റ് ആകുമ്പോൾ തന്നെ കുക്കായി വരും. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് സവാള നീളത്തിൽ അരിഞ്ഞതും അതുപോലെ 1/4 കപ്പ് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ 2 കളറുള്ള ക്യാപ്സിക്കം കൂടി 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കളർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായി വന്ന ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോയാ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 പാക്ക് മാഗി നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് സോയാ സോസ് ചേർത്തത് കൊണ്ട് തന്നെ വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് വേറെ ഉപ്പൊന്നും ചേർക്കേണ്ടതില്ല. നമ്മൾ ആദ്യം ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസിലും നല്ല ഉപ്പുണ്ട്. അതുകൊണ്ട് ഉപ്പൊക്കെ പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന സ്പ്രിംഗ് റോൾ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയ നൂഡിൽസ് മിക്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ 2 സൈഡിലും മൈദ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് സാധാരണ റോൾ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 എണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ചൂടായ ഓയിലിട്ടിട്ട് നല്ല ഗോൾഡൻ കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല ഗോൾഡൻ കളറിൽ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും ഇതിൻ്റെ അകത്ത് കാണാനായിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കഴിക്കാനായിട്ട്. നല്ല ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. പിന്നെ കുട്ടികൾക്ക് പൊതുവേ നൂഡിൽസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.